ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. വൈശാഖമാത്മ്യം കിളിപ്പാട്ട് ചതുർത്ഥോധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. അഷ്ടകർമ്മങ്ങൾ വർജിക്കണമേ വ്രതത്തിങ്കൾ എട്ടും ചൊല്ലുവൻ കേട്ടുകൊണ്ടാലും മഹീപതേ. രാത്രോ ഭക്ഷണം തൈലാഭൃംഗവും പകൽ നിദ്ര പാർത്ഥിവോത്തമ മാംസഭോജനം ഘടാനിദ്ര. നിഷിദ്ധമായ വസ്തു ഭുജിക്കുന്നതും പിന്നെ നിഷിദ്ധം തന്നെ ജലമെടുത്താടിയിടുന്നതും. കേട്ടാലും രണ്ടു പരിവൃത്തി ഭക്ഷണം ഇവ എട്ടും വർജിക്ക വേണം ഉത്തമാവ്രതത്തിന്. ബ്രഹ്മപത്രത്തിലന്നം ഭക്തൈവ ഭുജിച്ചാകിൽ നിർമ്മലേ വിഷ്ണുലോകെ വസിക്കായി വരുമെന്നാൽ. പാദസഞ്ചാരേ ഖേദം കൊണ്ടുവന്നിടുന്നോരോ ഭൂദേവൻ തന്നെ ചെന്നു ബന്ധനം ചെയ്തു ഭക്ത്യ. പാദക്ഷാളനം ചെയ്തു തത്തീർത്ഥം ശിരസിങ്കൽ മോദത്തെ പൂണ്ടു ധരിച്ചിടുന്ന പുമാനിടോ. ഗംഗാദി സർവതീർത്ഥ സ്നാനത്തെ നോക്കുമെന്നാൽ മംഗലാത്മാവായുള്ള മനുഷ്യനറിഞ്ഞാലും. തൽക്കാല സ്നാനവ്രത ബ്രഹ്മപുത്രേഷു ഭുക്തം മുഖ്യകർമ്മങ്ങൾ രണ്ടും വൈശാഖേ ചെയ്യാത്തവൻ. ഗർഭം തന്നിൽ തുരകപുത്രനായി വിദ്രുതം ഉത്ഭവിച്ചു ദുർഭാഗ്യാൽ ദുഃഖിച്ചിടും. ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ വൃഥ വൈശാഖ കർമ്മമൊന്നും ചെയ്യായിലവൻ. പിന്നെ ചണ്ടാല കുലം തന്നിൽ ജനിച്ചു പിന്നെയവൻ ചണ്ഡകർമ്മങ്ങൾ ചെയ്തു ദുഷ്കൃതം വർദ്ധിപ്പിക്കും. സ്നാനം തൽക്കാലേ പാത്രേ ജലം കൊണ്ടാശു ചെയ്താൽ ശ്വാന ജന്മത്തെ ശതം സിദ്ധിക്കും അവനിടോ. ഇച്ചൊന്ന മുഖ്യവ്രതം നിന്ദിച്ചിടുന്ന പുമാൻ നിശ്ചയം പിശാച ജന്മത്തിങ്കൽ ഭവിച്ചിടും. ധന്യമാം നദീ തന്നിൽ വൈശാഖ സ്നാനം ചെയ്താൽ സപ്തജന്മനെ മുന്നം ചെയ്ത പാപങ്ങളെല്ലാം അപ്പോഴേ നശിച്ചിടും വിഷ്ണു കൽപ്പിതമെല്ലോ. സപ്തകാ നദീജലേ തദ്വ്രതസ്നാനം ചെയ്താൽ അല്പമല്ലതിനുടെ സൽഫലം നിരൂപിച്ചാൽ. മുൽപ്പാടു കോടി ജന്മ പാപങ്ങൾ നശിച്ചുടൻ അപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും. ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാകിൽ ഏവമാം ജന്മപാപം പോകുമെന്നറിക ഭൂവ. മറ്റുള്ള ബഹിർജലേ മുറ്റും വൈകാതെ കാലം തെറ്റാതെ വ്രതസ്നാനം തെറ്റു ചെയ്തിടുന്നാകിൽ പറ്റുമാറുള്ള പാപമറ്റില്ലാതെയുള്ള ഇല്ലാതെയുള്ള തറ്റുകൂടും. പിന്നെ തെറ്റിന്നു ഗതി വരും. ഗോഷ്പദ ജലം തോറും സർവതീർത്ഥങ്ങളുണ്ടെന്നുൾപ്പൂവിങ്കൽ ഭക്തിപൂർവം മാധവേ സ്നാനം ചെയ്താൽ ഉളവാകിയ പാപം കളഞ്ഞ് നളിനാക്ഷൻ അളവില്ലാതെ സുഖമുളവാക്കിയിടുമല്ലോ. രസത്തിലധികമാം ക്ഷീരമെന്നതുപോലെ ക്ഷീരത്തിലധികമാം ദതി എന്നതും നൂനം. ദതിയിലധികമായുള്ളതോ ഘൃതമേവം മധുസൂദന പ്രിയ ഭൂപരേ കേട്ടാലും നീ. കാർത്തിക മാസാൽപരം മുഖ്യമാം മാഘമാസം പാർത്ഥിവ മാഘാൽപരം വൈശാഖ മാസമല്ലോ. തൽക്കാലത്തിൽ അല്പകർമ്മം കൊണ്ടു വർദ്ധിക്കും പുണ്യം. ചൊൽക്കൊള്ളും വടബീജം കണക്കേ ഭവിച്ചിടും. ആഢ്യനാകിലും അന്യദാസനാകിലും പിന്നെ ശ്രാദ്ധനാകിലും പിന്നെ ദരിദ്രനാകിലും തന്നുടെ ധനത്തിനു തക്കവയല്ലോ ദാനം. ധന്യനല്ലെന്നു വന്നാൽ ഒന്നു ചെയ്യണം പിന്നെ. ഫലമൂലങ്ങൾ ശാകം ലവണം ഗുണം കാഷ്ടം ജലപാത്രവും ജലം ദതി നെയ് ക്ഷീരം തക്രം. ദാനങ്ങൾ മറ്റും പല ചെയ്താകിൽ സുഖം വരും. ദാനം ചെയ്യാകിൽ ഒന്നുമെങ്ങുമേ കിട്ടാ പിന്നെ. കിഞ്ചന ദാനമത്ര ചെയ്താകിൽ സ്വർഗേ ചെന്നാൽ ചഞ്ചലമേതുമില്ല ബഹുളം ഭുജിച്ചിടാം. ഇവിടെ ദാനം ചെയ്തിടാത്തതോ പുനരേതും എവിടെ ചെന്നാലും സിദ്ധിക്കുമാറില്ലയടോ. ബ്രഹ്മാദി ദേവകൾക്കും ഈ വണ്ണം തന്നെ
സർവം നിർമ്മലമതേ മനുജാതിക്കോ ചൊല്ലേണമോ. ദാനങ്ങൾ ചെയ്തിടായിൽ ദാരിദ്ര്യം ഫലമെടോ, മന്നവാ ദാരിദ്ര്യത്താൽ പാപങ്ങൾ വന്നുകൂടും. പാപത്താൽ അവശനായ ആപത്തും വന്നുകൂടും. പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ. നല്ലൊരു ഗൃഹം തന്നിൽ വേണ്ടുന്ന വസ്തുവൊന്നും ഇല്ലാഞ്ഞാൽ എന്തു ഗൃഹം കൊണ്ടുള്ള സുഖമെടോ. എന്നതുപോലെ തന്നെ വൈശാഖ കർമ്മം വിട്ടുള്ള അന്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി വന്നിടും. വിധുനേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവയായാൽ പിന്നെ എന്തൊരു ഫലമെടോ. സർവഭൂഷണം പൂണ്ടു തിലകം ധരിച്ചവൾ പാർവണ ശശിമുഖി നഗ്നയെന്നതുപോലെ, സർവസമ്പന്ന ഗുണയുക്തനാം പുമാൻ ഉള്ളിൽ ഉർവീശ കൃപ പുനരില്ലാഞ്ഞാൽ എന്തു ഫലം. ലവണഹീന ശാകം പോലെ വൈശാഖഹീനൻ അവനീതലേ ചെയ്ത പുണ്യങ്ങൾ സർവം വൃഥാ. അതിഥി പൂജ ചെയ്തിടാകിലുമേവം തന്നെ കഥകളിനിയും കേളധികം ഗുണാംബുദേ. മാധവ മാസേ ഉഷസ്യുറ്റായ സ്നാനം കൃത്വാ മാധവൻ തന്നെ ഹൃദി ചിന്തിച്ചു ഭക്തിയോടെ. മധുസൂദനൻ തന്നെ പൂജിച്ചിടാതെയുള്ളോ രഥമൻ നരകത്തിൽ ചേരുമെന്നറിഞ്ഞാലും. തീർത്ഥസ്നാനാദി തപോയജ്ഞ ദാനങ്ങൾക്കെല്ലാം ഓർത്തുകൊള്ളുക അധികമാം ഫലം മാധവമാസേ. മധുസൂദന വിഷ്ണു ദേവദേവേശ കൃഷ്ണ മാധവേ മേശരോ പ്രാതസ്നാനം ചെയ്യുന്നേൻ സർവവിഘ്നവും തീർത്തു രക്ഷിക്കദയാനിധി. സർവലോകേശ പോറ്റി നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്നാനം ചെയ്തുകൊള്ളുന്നാകിലോ മംഗലാത്മാവം വിഷ്ണു ഭഗവാൻ പ്രസാദിക്കും. അന്തണരെല്ലാം അരുണോദയെ കുളിച്ചൂത്തു സന്ധ്യാവന്ദനം ചെയ്തു സാദരം ഭക്തിയോടെ സന്തോഷാന്വിതം ഗുരുതങ്കേ നിന്നു ഗ്രഹിച്ചോരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യണം നൃപോത്തമാം. ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ, പിന്നെയും തീർത്ഥങ്ങൾക്കോ തർപ്പണം ചെയ്തിടേണം. പിന്നെയും വിരിഞ്ചാതി ദേവത സമൂഹങ്ങൾ കൊന്നിച്ചു മുനിമാർക്കും ധർമ്മരാജനുമേവം. 4 തർപ്പണത്തിനും വെവ്വേറെ മന്ത്രങ്ങളും കാലേ ഞാൻ ചൊന്നേൻ പൂർവം ഭൂവരേ സ്നാനമന്ത്രം. പിന്നെയുമൊന്നു കുളിക്കേണം ഭൂദേവജനം ധന്യവസ്ത്രവും ധരിച്ചാസയാ ഭഗവാനെ. ആവോളം അലങ്കാരത്തോടും പൂജിച്ചു നിത്യം കേവലം ഭക്തിപൂർവം ഇക്കഥ കേട്ടുകൊണ്ടാൽ കോടി ജന്മാർജിതങ്ങളായുള്ള പാപമെല്ലാം ഓടിപ്പോയ കന്നീടും കരസ്ഥാമല്ല മോക്ഷം. ഇത്തരം ചെയ്യുന്നവൻ ദുഃഖിക്കയില്ല ഭൂമോ. സത്യം ചൊന്നതു നരകത്തിലും വാണിയിടേണ്ട. ജനനീ ഗർഭേയവർ പോകുമോ ശിവശിവ, ധനുമാനാകയില്ല സന്ദേഹമേതുമില്ല. ഈ വ്രതം നിന്ദിച്ചൊട്ടു ഭാജനെ ഭുജിക്കയും പാവന കഥയിതു കേളാതെ ഇരിക്കയും. സ്നാനദാനാദി ചൊന്നതൊന്നുമേ ചെയ്യാത്തവൻ ദീനനായി തന്നെ ഘോരനരകേ വാഴും ചിരം. ബ്രഹ്മഹത്യാദി ദോഷം തീർന്നേടും പണിപ്പെട്ടാൽ നിർമ്മലം മേഷസ്നാനം ചെയ്യാത്ത ദോഷം തീരാം. സ്വാധീനമല്ലോ തനു സ്വാധീനമല്ലോ ജലം മാധവേ ശീതം നഹി സ്നാനത്തിനെന്തു ദണ്ഡം. നാവിനില്ലേലും ദണ്ഡം നാമങ്ങളുച്ചരിപ്പാൻ ജീവിതമെന്നാകിലോ ഈ വക ചെയ്തിടാഞ്ഞാൽ. ജീവിത ശവമെന്നു ചൊല്ലിടാം അവൻ തന്നെ വല്ല പുഷ്പങ്ങൾ കൊണ്ടും ഈശനെ പൂജിയായിൽ. ഇല്ല സംശയമേതും സുകരനവൻ തന്നെ. തുളസീദളം കൊണ്ടു നളിനദളാക്ഷനെ തെളിവേറും വൈശാഖേ കലിയോടർച്ചിക്കലും. കോടി ജന്മങ്ങൾ സാർവഭൗമത്വം ലഭിച്ചവൻ കുടിവംശത്തോടതിതരനെ പ്രാപിച്ചിടാം. ചൊല്ലിനേ 4 അധ്യായം തന്നിലെ കഥയിതു ചൊല്ലുവാൻ പണിശേഷമെങ്കിലും കേട്ടുകൊള്ളുക. ഇതി വൈശാഖമഹാത്മ്യേ ചതുർത്ഥോധ്യായഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ
ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയശൗരേ ദേവകീ സുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.